പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കാരുണ്യവും കരുതലും വിവരിക്കുന്ന ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 2 കൊരിന്തോസ് 13-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ദുർബലനല്ല, ശക്തനാണ്. ഇന്നത്തെ നേഴ്സസ് ടൈമിലൂടെ ഷാർജ നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള ഷെറീൻ സജി ദമ്പതികളെ നമുക്ക് പരിചയപ്പെടാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ശാലോം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം അല്ലേ. എൻ്റെ പേര് ജോഷി ഡേവിസ്. ഞാൻ ഷാർജയിൽ കുടുംബമായിട്ട് താമസിക്കുന്നു. നാട്ടിൽ തൃശ്ശൂർ പറപ്പൂക്കര സെയിൻറ്റ് ജോൺസ് ഫൊറാന ചർച്ച് ഇടവകാംഗമാണ്. എൻ്റെ പേര് ഷെറി. ഞാൻ ദുബായ് എമിറേറ്റ്സ് എയർലൈൻസിൽ ജോലി ചെയ്യുന്നു. ഞങ്ങളുടെ വീട് കോട്ടയം ടൗണിനടുത്തുള്ള മള്ളുശ്ശേരി സെൻറ്റ് തോമസ് ഇടവകാംഗമാണ്. എൻ്റെ ജീവിതപങ്കാളി സജി ഷെറി. ഞാൻ ദുബായിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. ഞങ്ങൾക്ക് 4 മക്കളാണ്. മൂത്ത മോൾ ഏഞ്ചൽ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മോൾ എസ്തർ ഡിഗ്രിക്ക് പഠിക്കുന്ന നാട്ടിൽ. മൂന്നാമത്തെ മോൻ എഫ്രായിം +1 പഠിക്കുന്നു. 4-മത്തെ മോൾ എബനേസർ 8th പഠിക്കുന്നു. ചേച്ചി കുടുംബമായിട്ട് ഇടവകയിലും കൂട്ടായ്മകളിലൊക്കെ ഒത്തിരി തീഷ്ണമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അത് എങ്ങനെയാണ് അത്രയും തീഷ്ണതയോടെ പ്രവർത്തിക്കാനുള്ള പ്രചോദനം എങ്ങനെയാണ് ലഭിച്ചത്? സത്യം പറഞ്ഞെന്നാൽ എനിക്ക് എൻ്റെ ഡാഡിയിൽ നിന്നാണ് ശരിക്കും ആ പ്രചോദനം കിട്ടിയത്. എൻ്റെ ഡാഡി എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഡാഡി രോഗിയായിരുന്നു. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഒത്തിരിയേറെ വേദനയിൽ കഴിയുന്നെങ്കിലും ഡാഡി മരുന്ന് കഴിച്ചിട്ട് ആണ് ജോലിക്ക് ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത്ര വേദനയിൽ കഴിയുമ്പോൾ പോലും ഡാഡി എന്നും അതിരാവിലെ എഴുന്നേറ്റ് സങ്കീർത്തനങ്ങൾ വായിച്ചും സ്തുതിച്ച് പ്രാർത്ഥിച്ചുമൊക്കെ ആ ശബ്ദം കേട്ടാണ് ഞങ്ങൾ പലപ്പോഴും എഴുന്നേറ്റിരുന്നത്. അപ്പോൾ അത്ര വേദനയിലും പ്രാർത്ഥിക്കുന്ന ഡാഡിയെ കണ്ട് അതൊരു പ്രചോദനമായിരുന്നു. ദൈവത്തിൽ ആശ്രയിക്കാനും പ്രതിസന്ധികളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാനും ഒക്കെ ഡാഡി ശരിക്കും എനിക്കൊരു പ്രചോദനമായിരുന്നു. അതുകൂടാതെ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ കസിൻസ് 2-3 പേര് എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് രാത്രികാലങ്ങളിൽ വീട്ടിൽ വരുമായിരുന്നു. അപ്പോൾ അതിലൊരു ചേച്ചിക്ക് ഭാഷാവരമുണ്ടായിരുന്നു. ഭാഷാവരത്തിൽ ആ ചേച്ചി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ഒത്തിരി ഇഷ്ടമായിരുന്നു അങ്ങനെ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാനായിട്ട്. അപ്പം ഞാൻ ചോദിക്കുമായിരുന്നു അതെങ്ങനെയാണ് ലഭിച്ചതെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ ഓർക്കുന്നു 95-ൽ ധ്യാനത്തിന് മുരിങ്ങൂർ പോയപ്പോൾ ആ ധ്യാനത്തിലാണ് എനിക്ക് ആദ്യമായിട്ട് ഭാഷാവരം കിട്ടുന്നത്. അങ്ങനെ ആ ഭാഷാവരത്തിൽ പിന്നീട് മുമ്പോട്ട് കൂടുതലായിട്ടൊരു ശക്തിയായിരുന്നു പ്രാർത്ഥിക്കാനും ദൈവത്തിൽ ആശ്രയിക്കാനും കൂട്ടായ്മയിലൊക്കെ പങ്കുകൊള്ളാനും ഒക്കെ അതൊരു പ്രചോദനമായിരുന്നു. ഞാൻ കൂടുതൽ കർത്താവിനെ അറിഞ്ഞത് എൻ്റെ വിവാഹശേഷമായിരുന്നു. അതിനു മുമ്പ് ഞാൻ സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി അസ്വസ്ഥത നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. കാരണം എൻ്റെ പിതാവ് തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകളും കടബാധകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടായിരുന്നു അന്നത്തെ ആ കാലഘട്ടത്തിൽ ഞാൻ കടന്നു പോയത്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ ധ്യാനം കൂടാൻ വേണ്ടി എനിക്കൊരു വീട്ടുകാരുടെ ബന്ധം മൂലം ധ്യാനത്തിന് ഞാൻ പോയിരുന്നു. ഭരണങ്ങാനം പള്ളിയിൽ വെച്ചായിരുന്നു അതിൻ്റെ ധ്യാനം നടന്നുകൊണ്ടിരുന്നത്. അന്ന് ധ്യാനത്തിൽ വെച്ച് ഒരു കൗൺസിലിംഗ് സമയത്ത് ഒരു ബ്രദർ പറഞ്ഞ കർത്താവ് നിന്നെ പേരിയിൽ വിളിക്കുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ നമ്മളത് മൈൻഡ് ചെയ്തില്ല. നമ്മുടെ ഉദ്ദേശം ഇത് കഴിഞ്ഞൊരു ജോലി കിട്ടണം എന്നുള്ള ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ധ്യാനത്തിന് അന്നൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ജോലിയിലൊക്കെ ആണെങ്കിൽ ഞാനും ബാച്ചിലർ ലൈഫിലെ പോലെ ഒരു മദ്യപാനങ്ങൾ അങ്ങനെയുള്ളൊരു വഴിക്കൊക്കെ കമ്പനി കൂടും അങ്ങനെയുള്ള ആ രീതിയിലൊക്കെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിനെ കൂടുതൽ അനുഭവിച്ചറിഞ്ഞ 2 ഇൻസിഡൻസ് ഞങ്ങളുടെ ഭവനത്തിലുണ്ടായി. അങ്ങനെയാണ് ഞാൻ കർത്താവിൻ്റെ ആ ശക്തി കണ്ടത്. അതായത് പ്രാർത്ഥനയുടെ ശക്തി. മരുന്നോ മെഡിസിനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ള ശക്തി അവിടെ വെച്ചാണ് ഞാൻ കണ്ടത്. എൻ്റെ പപ്പായ്ക്ക് ക്യാൻസറായിട്ട് CA ലാരിങ്സ് ആയിരുന്നു. 4th സ്റ്റേജിൽ ഒത്തിരി കൂടിപ്പോയി. അപ്പം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടൊന്നും ഒരു പ്രയോജനമില്ലായിരുന്നു. എന്നാലും പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ഒരു 15 വർഷക്കാലം പപ്പ
ജീവിച്ചിരുന്നത്. Praise കർത്താവിന് നാമമാത്രപ്പെട്ട് ദൈവത്തിന് ഞാൻ മാത്രം കൊടുക്കുന്നു. അതുപോലെ എൻ്റെ ഇളയ പങ്ങൾ ഷീബ, അവൾക്ക് ഇതുപോലെ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ പ്രസവത്തിൽ ഒരു കുട്ടി ഉണ്ടാകുകയും അതിൻ്റെ കൂട്ടത്തിൽ മഞ്ഞപ്പിത്തം വരികയും ബെഡ് റിഡൻ ആകുകയും ചെയ്ത ആൾ. അവൾക്ക് ഇതുപോലെ കരടെല്ലാം ശരിക്കും വീർത്ത് ഒത്തിരി ഒരു സീരിയസ് കണ്ടീഷനിലേക്ക് നീങ്ങി. ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ എല്ലാവരും വിവരം അറിയിച്ചു. ഞാനത് കാരണം പോയി, ഞാനന്ന് ഇവിടെ കുടുംബമായിട്ട് ഇവിടെ താമസിക്കുകയായിരുന്നു. നാട്ടിലേക്ക് തിരിച്ചു. ഞങ്ങളുടെ ബന്ധുക്കാരെല്ലാം വിവരം അറിയിച്ചു. പിന്നെ ഞങ്ങളെല്ലാം അവിടെ ചെന്നതിന് ശേഷം വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളുടെ തന്നെ റിസ്ക് റെഫർ ചെയ്തു. പക്ഷേ അവിടെ ചെന്നതിന് ശേഷവും അവരൊന്നും കാര്യമായിട്ട് കൊടുത്തില്ല. ഒരു 3 ദിവസം കഴിഞ്ഞപ്പം ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു. അത് പലരും വ്യക്തികളും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് മാത്രമാണത് കുറഞ്ഞെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുമൂലം എനിക്ക് ദൈവത്തോടുള്ള വിശ്വാസം കൂടി. മത്തായി 6:33 പറഞ്ഞ പോലെ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കാം, ബാക്കിയെല്ലാം എനിക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നുള്ള വചനത്തിൻ്റെ ആ ഒരു ശക്തി ഞങ്ങളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ കർത്താവിന് വേണ്ടി വേറെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് പോകുന്നു. ഈശോയ്ക്ക് മഹത്വം. നിങ്ങളുടെ കുടുംബമായിട്ടുള്ള തീഷ്ണമായിട്ടുള്ള പ്രവർത്തനം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു വചനം പൗലോസ്ലീഹ കൊളോസസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങളുടെ ജീവിതക്രമവും ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസവും കണ്ട് ഞാൻ സന്തോഷിക്കുന്നുവെന്ന്. ആ വചനമാണ് ഓർമ്മ വരുന്നത്. ഇനി നമുക്കറിയാം, നമ്മൾ കുടുംബമായിട്ട് പ്രത്യേകിച്ച് 4 മക്കളെ കെട്ടി ഇവിടെ ജീവിക്കുമ്പോൾ ഒത്തിരി പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ തരണം ചെയ്തത്? ശരിയാ ജോഷി, ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. പ്രത്യേകമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് എബനേസർ ഉണ്ടായ സമയത്തെക്കുറിച്ചാണ്. അവൾ ഉണ്ടായപ്പോഴത്തേക്കും അവളുടെ ഈ ഹെഡിനൊരു പ്രശ്നമുണ്ടായിരുന്നു. നമ്മൾ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു എസിമെട്രി, അതായത് ശരിക്കും ഒരു മുഖ ഷേപ്പിന് വ്യത്യാസമുണ്ടായിരുന്നു. അത് അവളുടെ ആ തലയോട്ടിയുടെ 2 ബോണ് തമ്മിൽ ചേരുന്ന ഭാഗത്തെ, അത് നേരത്തെ വയറ്റിലായിരുന്നപ്പോഴേ ക്ലോസ് ആയിപ്പോയി. അപ്പം ആ ഭാഗത്ത് ബ്രെയിൻ വളരുന്നത് മറ്റേ ലെഫ്റ്റ് സൈഡിലേക്ക് മാറിപ്പോയതുകൊണ്ട് അതിങ്ങനെ തല ചെരിഞ്ഞിരുന്നു. പിന്നെ ഒരു കണ്ണ് തീരെ ചെറുതും അതിന് കാഴ്ചശക്തി ഒത്തിരി കുറവായിരുന്നു. ആദ്യം മനസ്സിലാക്കിയില്ല. പിന്നെ അവൾ ഒരു കണ്ണുകൊണ്ട് മാത്രം ഇങ്ങനെ നോക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ചെക്കപ്പിന് പോയതൊക്കെ. അങ്ങനെ പോയപ്പം കണ്ണിന് തീരെ കാഴ്ചശക്തി, ഒരു ലെഫ്റ്റ് കണ്ണിന് കാഴ്ചശക്തി വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് അവൾക്കൊരു കോസ്മെറ്റിക് സർജറി, അത് ക്രേനിയോട്ടമി എന്ന് പറയും, തല തുറന്നുള്ള ഒരു സർജറി ആയിരുന്നു. പക്ഷേ ദൈവം അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ ബോധ്യം ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഈശോ തന്നെ തീർച്ചയായിട്ടും അവൾക്ക് സൗഖ്യം കൊടുക്കുമെന്നുള്ളൊരു വലിയ ബോധ്യം ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും അവൾക്ക് ആ ഒരു മേഖലയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല. പക്ഷേ കണ്ണിൻ്റെ ഡോക്ടറെ കാണിക്കുകയും ഒരു 15 മിനിറ്റ് നേരത്തെ ഒരു ചെറിയ സർജറി അവൾക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവൾ വളർന്ന് 8-ാം ക്ലാസ്സിലായി. ശരിക്കും അവളെ കാണുമ്പം എന്നും ദൈവത്തിന് മനസ്സുകൊണ്ട് ഹൃദയം കണ്ണ് നിറഞ്ഞ് നന്ദി പറയാറുണ്ട്. കാരണം അവളുടെ മുഖത്തിന് പറയത്തക്കതായ ഒരു കുറവുമില്ല. അവളെ കണ്ടെന്നാൽ നമുക്ക് പറയാൻ സാധിക്കില്ല. അത്രമാത്രം ഒരു ദൈവത്തിൻ്റെ മകളാണ് എബനേസർ. ഇത്രയും വലിയ സർജറി പറഞ്ഞിട്ട് അത് പ്രാർത്ഥനയിലൂടെ സൗഖ്യപ്പെട്ടതിനോർത്ത് ഈശോയ്ക്ക് മഹത്വം. അമ്മേൻ, കർത്താവ് നാമം മഹത്വപ്പെട്ട. ഒരു എൻ്റെ മൂത്ത മോൾക്ക് ഇതുപോലെ തന്നെ അവൾ ജനിച്ചതിന് ശേഷം അവൾ, അതായത് സ്കൂൾ ലെവലിലേക്ക് വിടുന്ന കാലഘട്ടം, KG1 KG2 ഞങ്ങൾ അഡ്മിഷൻ തപ്പോൾ അവൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അവൾക്ക് വർത്തമാനം പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. അവൾ വർത്തമാനം പറയാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ അവൾക്ക് പറ്റുന്നില്ലായിരുന്നു. ഞങ്ങളിതുപോലെ മാനസികമായിട്ട് ഒത്തിരി വിഷമിച്ചായിരുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ. ദുബായ് ഇന്ത്യൻ സ്കൂളിലാണ് അവൾക്ക് ആദ്യത്തെ KG1 അഡ്മിഷൻ കിട്ടിയത്. പക്ഷേ അവിടെ ഒരു 2-ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. പക്ഷേ ജോയിൻ ചെയ്യുന്ന കാലഘട്ടങ്ങളിലൊക്കെ അവിടെ ക്ലാസ്സിലൊന്നും സംസാരിക്കുന്നില്ല. ടീച്ചേഴ്സ് ഞങ്ങളെ വിളിക്കുന്നു, കൗൺസിലർ വിളിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം, ഈ കുട്ടിയെ കൊണ്ടുപോക്കോളൂ, ഇവിടുന്ന് TC എടുത്തോളാനൊക്കെ അവർ പറയുന്നു. പക്ഷെ അത് കേട്ടപ്പം ഞാൻ ഒത്തിരി വിഷമിച്ച് വണ്ടിക്കകത്ത് ഇരുന്ന് കരയും, കർത്താവിനോട് ഇരുന്ന് പ്രാർത്ഥിക്കരുത്. പിന്നെ അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ രാവിലെ അവിടെ കൊണ്ട് വിടും. പിന്നെ അവിടെ ഇടയ്ക്ക് കൗൺസിലിൻ്റെ അങ്ങോട്ട് അവർ ക്ലാസ് ടീച്ചേഴ്സ് റെഫർ ചെയ്യും. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഞങ്ങൾ എല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയാം. അവളൊരു 6, 7, 8 വയസ്സ് വരെ അങ്ങനെ അന്ന് മുതൽ അവൾ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു. 12 വയസ്സായപ്പോൾ അവൾ പൂർണ്ണമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ദൈവത്തിന് നാമം മഹത്വപ്പെട്ടെ. ഇത് എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുവാണ്. കാരണം സംസാരിക്കാൻ വരാത്തൊരു കുട്ടി ദൈവത്തിൻ്റെ ശക്തി അവിടെ കണ്ട്. ഇതാണ്. താങ്ക് യു ജീസസ്. ഇപ്പോൾ അവൾ നല്ല മിടുക്കിയായിട്ട് ബാംഗ്ലൂർ ജോലി ചെയ്യണു അല്ലേ? ഇപ്പോൾ അവൾ നല്ല മിടുക്കിയായിട്ട് ഞാൻ ഓർക്കുവാണ്. അവൾ അതിൽ കൂടെ കടന്നു വന്ന്
ഇപ്പം ജോലി 10ാം ക്ലാസ് കഴിഞ്ഞു, 12 കഴിഞ്ഞു, അതിലൊക്കെ നല്ല മാർക്ക് അവൾ സ്കോർ ചെയ്ത്, പിന്നെ അതുപോലെ ഡിഗ്രിക്കും നല്ല മാർക്കോട് സ്കോർ ചെയ്ത് ഇപ്പോൾ അവിടെ നല്ലൊരു IT കമ്പനിയിൽ അവൾക്ക് ജോലി കിട്ടി, ഹാപ്പി ആയിരിക്കുന്നു. കർത്താവിന് നാമം മാത്രപ്പെടട്ടെ. ദൈവത്തിൻ്റെ ഇത്ര വലിയ ശക്തി ഞാൻ നേരിട്ട് കണ്ടതാണ്. താങ്ക് യു ജീസസ്. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കളെ വളർത്തുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചാണ്, പ്രത്യേകിച്ച് ആത്മീയമായിട്ട് മക്കളെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞ ഒരു ചലഞ്ചാണ്. എങ്ങനെയാണ് മക്കളെല്ലാം ഈശോയോട് ചേർത്ത് നിർത്തി വളർത്തുന്നത്? പ്രത്യേകിച്ച് ഞാൻ ഈ മക്കളെ കാണാറുണ്ട്, എന്നും വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നതും പിന്നെ ആൾത്താര ശുശ്രൂഷയിലൊക്കെ മക്കളെ കാണാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കും? പിള്ളേരെ ചെറുപ്പം തൊട്ടേ ഞങ്ങൾ പോകുന്ന പ്രെയർ ഗ്രൂപ്പിൽ കൊണ്ടുപോകുമായിരുന്നു. കൈക്കുഞ്ഞായിരിക്കുമ്പം തന്നെ അവരെ ഓരോരുത്തരെയും എടുത്തുകൊണ്ട് പോകുമായിരുന്നു. പിന്നെ പ്രെയർ ഗ്രൂപ്പിൽ ചിൽഡ്രൻ മിനിസ്ട്രിയിൽ പിള്ളേർ ആക്റ്റീവായിട്ട് അംഗമായിരുന്നു. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥനയിലും സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഉച്ചകഴിഞ്ഞ് 3 മണി സമയത്ത് ഇവരെ കൂട്ടി ഞാൻ ഇരുന്ന് കർണക്കൊന്തയൊക്കെ ചെല്ലുമായിരുന്നു. അപ്പോൾ കർണക്കൊന്ത പഠിപ്പിച്ചു. അതുപോലെ ജപമാല ചെല്ലാനായിട്ട് അവരെ എപ്പോഴും പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഈശോയിൽ ആശ്രയിക്കണം, ഏത് പ്രതിസന്ധിയിലും ഈശോയോട് പ്രാർത്ഥിക്കണമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഈശോയുടെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഞാൻ ഓർക്കുന്ന പിള്ളേർ ചെറുതായിരിക്കുമ്പോഴത്തേക്കും നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്ന് സെയിൻസിൻ്റെ ബുക്കുകളൊക്കെ കിട്ടുമായിരുന്നു, കൊച്ചു ബുക്കുകൾ. അപ്പം അവധിക്കൊക്കെ ആ പുസ്തകങ്ങൾ ഒത്തിരി സെയിൻസിൻ്റെ ബുക്കുകൾ മേടിച്ച് പിള്ളേർക്ക് കൊടുക്കുമായിരുന്നേ. അപ്പോൾ അവർക്കത് വായിക്കാനും അതൊരു പ്രചോദനമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, അവർ ഈ ലീജിയൻ ഓഫ് മേരിയിൽ അംഗങ്ങളായിരുന്നു. അപ്പം ഈ സെയിൻസിനെ പറ്റി വായിച്ചിട്ട് അവർ ലീജിയൻ ഓഫ് മേരിയിൽ പിള്ളേരോട് സെയിൻസിനെ പറ്റിയൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു. അങ്ങനെ ശരിക്കും ഓരോ കാലഘട്ടത്തിലും അവരുടെ ആ വളർച്ചയ്ക്ക് ആനുപാതികമായിട്ട് ശരിക്കും ഈശോയെ കൊടുക്കുവാൻ, അതുപോലെ ഞാൻ ഓർക്കുന്നത് അവധി കാലഘട്ടങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും ധ്യാനത്തിന് കൊണ്ടുപോകാനൊക്കെ ദൈവം ഒത്തിരിയേറെ സഹായിച്ചു. ശരിക്കും നമ്മളുടെ ഒരു കഴിവോ ശക്തിയോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന പോലെ ഈശോ ഒരുപക്ഷെ നമ്മളുടെ ഉള്ളിൽ പ്രചോദനം തരുന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും മക്കൾക്ക് അങ്ങനെ കൊടുക്കാനായിട്ട്. അതായത് ഞങ്ങളുടെ കുടുംബത്തെ പറ്റി ദൈവത്തിൻ്റെ ഒരു പ്ലാനും പദ്ധതി ഉള്ളത് കൊണ്ടാണ് നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ച പോലെ അതേപോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് ഈശോയെ പിള്ളേർക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചത്. ശരിക്കും ദൈവത്തിന് നന്ദി പറയുന്നു. ചേച്ചി ഇങ്ങനെ ഈ സെയിൻറ്റുമാരുടെ പുസ്തകമൊക്കെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് കൊച്ചു ത്രേസ്യ പുണ്യവതിക്ക്, പ്രത്യേകിച്ച് കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ അമ്മ മരിച്ചു പോയപ്പോൾ അപ്പച്ചൻ കുറേ നല്ല പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അത്രേ. അപ്പോൾ ഈ കൊച്ചു ത്രേസ്യ പുണ്യവതിക്ക് പുസ്തകങ്ങളിൽ നിന്ന് ബോധ്യം കിട്ടാണ്, ലോകം നശ്വരമാണെന്നും സ്വർഗമാണ് അനശ്വരമായതെന്നുള്ള വലിയൊരു ബോധ്യം പുസ്തകങ്ങളിലൂടെ കിട്ടിയതായിട്ട് ഞാൻ വായിച്ച് ഓർക്കുന്നുണ്ട്. അതുപോലെ ചേച്ചി കുഞ്ഞുങ്ങളെ ഈശോനെ കൊടുക്കുമ്പോൾ സുഭാഷിതത്തിൻ്റെ പുസ്തകം 9ാം അധ്യായത്തിൽ പറയുന്നുണ്ട് അല്ലേ, ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. പ്രത്യേകിച്ച് ഈശോയ്ക്ക് മഹത്വം ചേച്ചി പറഞ്ഞ പോലെ ഈശോയുടെ ഒരു കൃപയാണ് മക്കളെ ഈശോയോട് ചേർത്ത് നിർത്തി വളർത്താന്നുള്ളത് ദൈവം തരുന്ന ഒരു കൃപയാണ്. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തട്ടെ. പിള്ളേരുടെ കാര്യം പറയുവാണെങ്കിൽ അവർ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഞങ്ങൾ പോകുന്ന കൂട്ടായ്മയിൽ കൂടിയൊക്കെ ആണെങ്കിലും അവർ കൂടുതൽ ചിൽഡ്രൻ മിനിസ്ട്രിയിൽ കൂടിയൊക്കെ ആണെങ്കിലും കർത്താവിനെ മഹത്വപ്പെടുത്താനും കർത്താവിന് വേണ്ടി ശുശ്രൂഷകൾ ചെറുതും ആയിട്ടുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്യാനൊക്കെ അവർ തുടങ്ങി. പ്രത്യേകിച്ചും പിന്നെ അവർക്ക് ഞങ്ങൾ ബൈബിൾ എന്നും വായിക്കണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അവരോട് പറയുമായിരുന്നു, അവരെല്ലാ ദിവസവും ബൈബിൾ വായിക്കുമായിരുന്നു. കുറഞ്ഞത് ഒരു ചാപ്റ്ററെങ്കിലും വായിക്കണം അവരോട് പറയുമായിരുന്നു. അവരത് ഫോളോ ചെയ്യുമായിരുന്നു പിള്ളേരെല്ലാവരും. അതുപോലെ കർത്താവിന് വേണ്ടി ഇപ്പം എഫ്രൈം ഒക്കെ ആണെങ്കിലും കർത്താവിന് വേണ്ടി അവന് സ്തുതിയാരാധനയും അതുപോലെ ഇൻസ്ട്രുമെൻ്റൊക്കെ വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഇത് ഇപ്പോൾ ഒത്തിരി പേര് പിള്ളേരുകളൊക്കെ ഇപ്പം പല തിന്മയുടെ ഇതിലേക്ക് പോകുമ്പോൾ കർത്താവ് ഒന്ന് വേർതിരിച്ച് പിള്ളേരെല്ലാം ഈ കൂട്ടായ്മയിലേക്ക് ഒന്ന് വളർത്തിയതിനോട് കർത്താവിന് ഞങ്ങൾക്ക് നന്ദി പറഞ്ഞു. എല്ലാ മഹത്വവും ഇത് ഞങ്ങൾ കർത്താവിന് കൊടുക്കുന്നു. ഞങ്ങളുടെ ഒന്നും കഴിവില്ല, കൂടെ ദൈവത്തിൻ്റെ രാജ്യം വളരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ. അതായത് മലാഖിയുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലേ, ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത്, ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന്. ആ വചനം അനുസരിച്ചിട്ട് ആ വചനത്തിന് യെസ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മക്കളെ ദൈവത്തോട് ചേർത്ത് നിർത്തി വളർത്തുന്നു. ഈശോയ്ക്ക് മഹത്വം. പിള്ളേരെ അതുപോലെ ചെറുപ്പത്തിലൊന്നും ഞാൻ അവരുടെ കൂടെ ഇരിക്കുകയോ പഠിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും അവരോട് പറയും, നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചിട്ട് പഠിച്ചാൽ മതി, ഈശോ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന്. അതുകൊണ്ട് ഇന്ന് വരെ അവരുടെ കൂടെ ഇരിക്കാനോ അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ പലപ്പോഴും അവരുടെ എക്സാം എന്നാന്നുള്ള ഡേറ്റ് പോലും ഓർക്കാറില്ല. അപ്പം ഞാൻ ചിലപ്പം വിചാരിക്കും ഞാൻ എന്ത് ഒരമ്മയാണെന്ന്. പക്ഷേ ശരിക്കും ഞാൻ അവർക്ക് ഈശോയെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് അവരെപ്പോഴും ബൈബിൾ വായിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്.
അങ്ങനെ വലിയൊരു അനുഗ്രഹം അവരുടെ മേലുണ്ട്. അതുപോലെ ടി വി കാണാനൊന്നും അവർക്കങ്ങനെ ആഗ്രഹമില്ല. ടി വി കാണാൻ ഞങ്ങൾക്കും അങ്ങനെ ആഗ്രഹമില്ല. അതുകൊണ്ട് അവർ ടി വിയുടെ മുമ്പിലിരിക്കുമോ അങ്ങനെയൊന്നും, ശരിക്കും പറഞ്ഞാൽ ടി വി ഒരു ഉപകരണമായിട്ട് അങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ഒരു കണക്ഷനോ അങ്ങനെ സിനിമ കാണുന്ന സ്വഭാവമൊന്നും ഇല്ല. പിന്നെ വലുതായി കഴിഞ്ഞ് വല്ലപ്പോഴും ഒക്കെ നാട്ടിൽ പോകുമ്പോഴത്തേക്കും അവർ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ അല്ലെങ്കിൽ ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ കൂടെ ടി വി കാണുന്നതേ ഉള്ളൂ. അങ്ങനെ ശരിക്കും അങ്ങനെ ഒരു വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ മേലുണ്ട്. ചേച്ചി പഠിപ്പിക്കാതിരിക്കാത്തത് കൊണ്ട് യശപ്രവാചകനിൽ പറഞ്ഞിരിക്കുന്ന പോലെ കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ് ആർജിക്കും. അതെ, ശരിക്കും ആ ഒരു വചനം ശരിക്കും അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്ന നമുക്ക് കാണാം. കർത്താവിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് പഠിപ്പിക്കാനായിട്ട്. ഈശോയ്ക്ക് മഹത്വം. ഞങ്ങൾ ഏത് കോഴ്സും തിരഞ്ഞെടുക്കാറില്ല, പിള്ളേരോട് പറയാറില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പിള്ളേരെല്ലാം എഞ്ചിനീയറിംഗ് ആകണം, മെഡിസിൻ വിടണം, അങ്ങനെയുള്ള ഇതിലേക്കാണ് പോകുന്നത്. പക്ഷേ ഞങ്ങളുടെ പിള്ളേരോട് ഞങ്ങളുടെ ഇതിനനുസരിച്ച് അവർക്ക് താല്പര്യമുള്ള കോഴ്സ് കൂടുതലും ആത്മീയ മേഖലയിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഓക്കെ പൗതിമാരുടെ നിങ്ങൾ ഡിഗ്രിയോ എന്തെങ്കിലും എടുത്തു, അത്രേ ഉള്ളൂ ഞങ്ങൾ പറഞ്ഞു കൊടുത്തുള്ളൂ. മോള് എബ്നേസർ, മോൾക്ക് ഒത്തിരി വചനങ്ങൾ അറിയാം അല്ലേ? മോൾക്ക് ഇഷ്ടപ്പെട്ട 1-2 വചനങ്ങൾ പങ്കുവയ്ക്കുമോ? Philippians 4:13, I can do all things through Christ who strengthens me. Whenever I find difficulty in studying, I claim this Bible verse and God helps me to study through it. Praise. Another Bible verse that touched me was John 3:16. For God so loved the world that he gave his only begotten Son, so that whoever believes in him shall not perish but may have eternal life. ആമേൻ, പ്രൈസ് ദ ലോർഡ്. മോൾക്ക് ഇനിയും ഒത്തിരി വചനങ്ങൾ പഠിക്കാനും ആ വചനത്തിൽ ജീവിക്കാനുള്ള കൃപ ഈശോ തരട്ടെ കേട്ടോ. മോളെ എസ്തർ ഇപ്പോൾ നാട്ടിലാണല്ലോ അല്ലേ? അപ്പോൾ കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഈശോയെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കാറുണ്ടോ? ഉണ്ട്. എൻ്റെ ക്ലാസ്സിലൊക്കെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഈശോനെ പറ്റി പറയാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഒരു ദിവസം എൻ്റെ ക്ലാസ്സിൽ വേറെ റിലീജിയനിലുള്ള ഒരു കൊച്ച് എൻ്റെ കൂടെ കുർബാനയ്ക്ക് വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൾക്ക് ഈശോനെ പറ്റി അറിയാനായിട്ടുള്ള ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അവൾ കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചായിരുന്നു. എന്തിനാ ക്രിസ്ത്യൻസ് മാത്രം കുർബാന സ്വീകരിക്കുന്നത്? പിന്നെ ഞാൻ പറഞ്ഞു ബാപ്റ്റിസം സ്വീകരിച്ച മാത്രം കുർബാന സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ, പിന്നെ ഈശോ എന്തിനാ നമുക്ക് വേണ്ടി മരിച്ചേ? അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഈശോനെ പറ്റി പറയാനൊക്കെ പറ്റിയായിരുന്നു. പിന്നെ ചാപ്പലിലൊക്കെ പോയി ഇരിക്കുമ്പോൾ അവളും വന്ന് എൻ്റെ കൂടെ ഇരിക്കുമായിരുന്നു. പിന്നെ വേറെ ഒരു കൊച്ചും എൻ്റെ കഴുത്തിൽ ഇരിക്കുന്ന സ്കാപ്പുലർ കണ്ടിട്ട് പറഞ്ഞ് ഇതെന്താണ്, എന്തിനാ ഇതിടുന്നത്? അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ് ഇത് മാതാവ് സെയിൻറ്റ് സൈമണിന് കൊടുത്ത സ്കാപ്പുലറാണ്. ഇത് മാതാവ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്, whoever wears this scapular shall not suffer eternal fire. അപ്പോൾ ഇങ്ങനത്തെ മേഖലകൾ എനിക്ക് ഈശോനെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. മോൾക്ക് ആ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാണ്. ഇനിയും മോൾക്ക് ഒത്തിരി പേരോട്, ഒത്തിരി കൂട്ടുകാരോട് ഈശോയെക്കുറിച്ച് പറയാനും അവരെ ഈശോയിലേക്ക് അടുപ്പിക്കാനൊക്കെയുള്ള വലിയ കൃപ ഈശോ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആൻറ്റി. താങ്ക് യു ആൻറ്റി. ഷെറി ചേട്ടൻ ഒത്തിരി തീക്ഷ്ണമായിട്ട് ഒത്തിരി പേർക്ക് ഈശോനെ കൊടുക്കുന്ന ആളാണെന്നറിയാം. അതെങ്ങനെയൊക്കെയാണ്? തീർച്ചയായിട്ടും ഞങ്ങളുടെ കുടുംബത്തിൽ കർത്താവ് പ്രവർത്തിച്ച ആ വലിയ അത്ഭുതത്തെ ഓർത്താൽ പിന്നെ നമുക്ക് വേറെ ഒന്നിലേക്കും തിരിയാനുള്ള ഒരു സാഹചര്യമില്ല. തീർച്ചയായിട്ടും കർത്താവിന് വേണ്ടി നിൽക്കാനുള്ള ഒരു തീക്ഷ്ണത മുതലുണ്ടായി. ഞങ്ങളവിടെ ഷാർജയിൽ താമസിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കൂട്ടായ്മകളിലൊക്കെ പോകാനും അതുവഴി ദൈവത്തിൻ്റെ വചനം പഠിക്കാനും കർത്താവിനെ ആരാധിക്കാനൊക്കെ വലിയ ഒരു കൃപ അവിടെ വെച്ച് ലഭിച്ചു. അനേകം പേർക്ക് കർത്താവിന് മുമ്പിൽ നിന്ന് കർത്താവിനെ ആരാധിക്കാനും അതുകൂടാതെ മധ്യസ്ഥ പ്രാർത്ഥനകൾ ഒത്തിരി ചെയ്യാനുള്ള കൃപ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ കൂടെയൊക്കെ ഞങ്ങൾക്ക് കിട്ടി. അത് കഴിഞ്ഞ് കോവിഡിൻ്റെ കാലഘട്ടമായി പിന്നെ പള്ളിയെല്ലാം അടച്ചുപോയി. അതിനു മുമ്പ് ഞങ്ങൾ എപ്പോഴും ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് എല്ലാ ദിവസവും സംബന്ധിക്കുമായിരുന്നു. എല്ലാ ദിവസവും ഞങ്ങളത് മുടക്കും. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും തീക്ഷ്ണത ഉണ്ടായിരുന്നു എനിക്ക് പോകണമെന്നുള്ളത്, കർത്താവിനുള്ള സ്നേഹം. അത് പിന്നെ പള്ളിയിലൊന്നും പോകാൻ പറ്റിയില്ല, പള്ളി അടച്ചുപോയി. പിന്നെ ഞങ്ങൾ ടി വി കൂടെയുള്ള കുർബാനകളായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വൈഫിന് ഇത് കോവിഡ് പിടിപെട്ട്. അപ്പം വീട്ടിലൊറ്റയ്ക്കായി. ഞാൻ ജോലിയിലായിരുന്നു. പിന്നെ എനിക്ക് അവിടെ ശുശ്രൂഷിക്കേണ്ട സമയം വന്നു. അങ്ങനെ കോവിഡ് കഴിഞ്ഞവൾ റിസൾട്ട് വന്നപ്പോൾ ഓക്കെ ആയി. അപ്പോൾ എനിക്ക് അത് ടെസ്റ്റ് ചെയ്യേണ്ട സമയം കൂടെ വന്നായിരുന്നു. ഞങ്ങളുടെ കമ്പനി രണ്ടാമത് ജോയിൻ ചെയ്യണമെങ്കിൽ എനിക്ക് ടെസ്റ്റ് ചെയ്യണമായിരുന്നു. ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ദുബായിലെ ക്ലിനിക്കിൽ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവർ പറഞ്ഞ് എക്സ്റേയും കൂടെ എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. കാരണം എൻ്റെ ലങ്സിന് സ്കാർബ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആദ്യം പ്രകാരം അവർ എടുത്തു കഴിഞ്ഞപ്പോൾ എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു സംശയം കോവിഡിൻ്റെ ആരംഭം ഉണ്ടെന്നുള്ളത്. ഞാനും ആകെപ്പാടെ ടെൻഷനായിപ്പോയി. എന്ത് ചെയ്യണം, വീട്ടിലാരുമില്ല,
എന്നാലും അവരെന്നെ കോവിഡ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത്. അപ്പം അതിവിശാലമായൊരു ഹോസ്പിറ്റലാണ്. അവിടെ തന്നെ ഞാൻ അവിടെ ചെന്നു. അവിടെ കടന്ന് നോക്കിയപ്പോൾ ഒത്തിരി 650 രോഗികളുണ്ട്. പല മതസ്ഥരായിട്ടുള്ള, പല നാഷണാലിറ്റിയിലുള്ള ഒത്തിരി രോഗികൾ അവിടെ കിടക്കുന്നു. പക്ഷേ എനിക്ക് പുറമേ നോക്കുവാണെങ്കിൽ ഒരു ഇതിൻ്റെ ലക്ഷണങ്ങൾ അവസ്ഥയൊന്നും എനിക്ക് പിടി കിട്ടുന്നില്ല. എൻ്റെ ഒരു അസ്വസ്ഥതയൊന്നും കാണുന്നില്ല. ഓക്കെ, ഞാൻ വിചാരിച്ചു ദൈവത്തിന് മാത്രപ്പെടുത്ത മണി ഇങ്ങോട്ട് വിട്ടതായിരിക്കും എന്നുള്ള. ആദ്യത്തെ ദിവസം അവർ എന്നെ ചെന്ന്, രണ്ടാമത്തെ ദിവസം അവരെൻ്റെ സ്വാബ് എടുത്ത്, 2 പ്രാവശ്യം നെഗറ്റീവ് ആകണമല്ലോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ. രണ്ടാമത്തെ ദിവസം അവരെടുത്തുകൊണ്ട് പോയി, അതിൻ്റെ റിസൾട്ട് വന്ന് നെഗറ്റീവ്. അപ്പം പിന്നെ ഞാൻ ബൈബിൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കർത്താവിനോട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അവിടെ കിടക്കുന്ന 150 ആൾക്കാർക്ക് വേണ്ടി അവിടെ ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ ചുറ്റും നടന്ന് ജപമാല ചൊല്ലിയും കർണക്കുന്ന് ചൊല്ലിയും കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ വചനങ്ങളെല്ലാം അവിടെ ചുറ്റും നടന്ന് ഉറക്കെ പ്രാർത്ഥിച്ചു. അതുപോലെ ഓരോ ക്യാബിൻ്റെ ഫ്രണ്ടിലും നിന്ന് കൈകൾ ഉയർത്തി അവർ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. അടുത്ത 3-4 ദിവസം കഴിഞ്ഞ്, മൂന്നാമത്തെ ദിവസം നോക്കിയപ്പോൾ അവിടെ പല ആൾക്കാരും ഡിസ്ചാർജായി പോകുന്നു എന്ന് കണ്ടേ. ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്ന കർത്താവിൻ്റെ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സൗഖ്യം തന്ന കർത്താവ് ഇവരിലേക്കും ഇടപെടുന്ന എനിക്കൊരു പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. നമ്മൾ വിശ്വാസത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ അത് കാണാൻ സാധിച്ചത് അങ്ങനെ. അപ്പം അടുത്ത ദിവസം പിന്നെ എൻ്റെ ഒരു സ്വാബ് എടുത്ത് അത് നെഗറ്റീവ്. 5 ദിവസം മാത്രമാണ് ഞാൻ അവിടെ കടന്നത്. എന്നെ അവിടുന്ന് പിന്നെ വീട്ടിലേക്ക് പറഞ്ഞുകൊണ്ട് പൊക്കോളാം, ഇവരെ വണ്ടിയെ കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കി. കർത്താവ് എനിക്കതുപോലെ ഞാൻ ഇപ്പോഴും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് കർത്താവിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് വിട്ടതെന്നുള്ള കാര്യം ഞാൻ കുറച്ച് വിശ്വസിക്കുന്നത്. അതുകൂടെ അനേകം പേരെ ഹീലാകുന്നത് കണ്ട് കർത്താവിൻ്റെ നാമം മാറ്റപ്പെട്ടെ, യേശുവിൻ്റെ നാമം മാറ്റപ്പെട്ടെ ഞാൻ ഇപ്പോഴും പ്രഖ്യാപിക്കുന്നു. ആമേൻ. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കൊറോണ വന്ന് ഞങ്ങളുടെ 3-4 ബ്രദേഴ്സൊക്കെ, ഞങ്ങളുടെ 2-3 നാട്ടിലുള്ള 1-2 സഹോദരന്മാരും ഇവിടെയുള്ള ഞങ്ങൾ 1-2 പേരും കൂടെ, ഞാൻ ജീവിത പങ്കാളിയെല്ലാം കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുക പതിവായിരുന്നു. കൊറോണ സമയത്ത് ഒന്നുമില്ല, കൂട്ടായ്മകളൊന്നുമില്ല, വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അതിന് ഫലമായി നാട്ടിൽ ഇടയ്ക്ക് 2021 കാലഘട്ടങ്ങളിൽ നാട്ടിൽ കടന്നുപോയി പല ഭവനങ്ങളിലുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഒരുക്കും. അനേകം പേർ വലിയ വിടുതലുമാണ്. പ്രത്യേകിച്ചും ഞാനിവിടെ പോയിക്കുന്ന കൂട്ടായ്മ എന്നുള്ള ആ ഒരു ഫോർമേഷനും ഇതെല്ലാം കിട്ടിയതിന് ഫലമായി ഡെലിവറൻസ് മേഖലകളിലും അതുപോലെ സൗഖ്യ ശുശ്രൂഷകളിലൊക്കെ ആ വീടുകളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ അനേകം പേർക്ക് ഹീലിംഗ് ഉണ്ടാകുന്നത് ഞങ്ങൾ ടീമായിട്ട് ചേർന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് വഴിയൊരുക്കി. കർത്താവിന് നാമം മാറ്റപ്പെട്ടെ. അതുകൂടാതെ ഇതിൻ്റെ ഫലമായി 2022 ഞങ്ങൾക്ക് 2 ഇടവകയിൽ ധ്യാനം നടത്താൻ കർത്താവ് ഒരുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഞങ്ങളൊന്നുമല്ല, വെറും ഒന്നുമില്ലാത്തൊരു മനുഷ്യനാണ്. അപ്പം എനിക്ക് കുടുംബമായിട്ടും ആ സഹോദരന്മാരോട് ചേർന്നുകൊണ്ട് പല നാട്ടിലുള്ള 2 ഇടവകളിൽ പോയി ധ്യാനം നടത്താനും കർത്താവ് വഴിയൊരുക്കി. അതുപോലെ കൗൺസിലിംഗ് മേഖലയിൽ കർത്താവ് അതിനോട് വഴിയൊരുക്കി. ഞാനിപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവമേ എനിക്ക് എന്ത് യോഗ്യത, പക്ഷേ ദൈവമാണെല്ലാം, ദൈവത്തിൻ്റെ കൃപയാലാണെല്ലാം ചെയ്യുന്നത്. ദൈവം നടത്തി. കർത്താവിൻ്റെ നാമം മാറ്റപ്പെട്ടെ. അതുപോലെ ഒത്തിരി പേര് കർത്താവിലേക്ക് എത്തിയാൻ കൗൺസിലിംഗ് കൂടെ ഒത്തിരി മദ്യപാനവും പല കെട്ടുകളിലും അശ്ലീലമായ ചിന്തകളിലും ഇന്നത്തെ കാലഘട്ടങ്ങളിലെല്ലാം കടന്നു പോകുന്ന വ്യക്തികളിലൊക്കെ ആയിരുന്നു. അതായത് വിശുദ്ധിയില്ലാത്ത ജീവിതങ്ങൾ. അതിൽ കൂടെ കർത്താവിന് നമ്മളാ പഠിച്ച വചനങ്ങളുമെല്ലാം പങ്കുവച്ച വചനങ്ങളെല്ലാം കേട്ടും അതൊക്കെ അവർക്ക് പകർന്നു കൊടുക്കാൻ സാധിച്ചു. അതിൽ കൂടെ അവരെ കർത്താവിലേക്ക് അടുപ്പിക്കാനും ദൈവം ഒരു ഉപകരണമാക്കി. ദൈവത്തിൻ്റെ നാമം മാറ്റപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം കർത്താവിന് തന്നെ, ഒന്നുമല്ല. മോനെ എഫ്രായിം, മോനെ എങ്ങനെയാണ് ഈ ടീനേജ് പ്രായത്തിലും ഈശോട് ചേർന്ന് ജീവിക്കാനായിട്ട് സാധിക്കുന്നത്? So from my childhood days, my parents used to tell me you have to go for masses every day without fail. So without fail, I go for masses every day. Praise the Lord. Then I'm an altar server. So thrice in 1 week, I go for serving mass. So I like to serve masses for the Lord. Then I'm always active in my prayer group, and I'm there in my choir and my band. So I like to play guitar and drums for the Lord. I only play instruments for the Lord and praise His name. So that's one thing Lord has blessed me with that talent. Then I only use that talent for His name and glory. So I started playing drums when I was very small, and I learned it by myself. Jesus has taught me how to play drums. Praise the So Lord. that's how I started with. Then after few years, I had an interest to play, to start learning guitar, but I didn't want to go for classes for that. So I had an interest in playing, in learning by myself. So like I asked Lord, teach me how to play guitar. So I gradually I watched many videos. Then within 1 year, Lord has taught me how to play guitar and use that talent for His kingdom and glory. So I thank the Lord every day
for giving me that talent. Amen. Amen. All glory to God. Hallelujah. Praise the Lord. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നിങ്ങളുടെ കുടുംബത്തെ ഇത്ര മനോഹരമായിട്ട് വഴി നടത്തിയ ഈശോയെക്കുറിച്ച് പ്രേക്ഷകരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, കർത്താവ് അപ്പോസ്തല പ്രവർത്തനം 16:31, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്നത്തെ കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ കുടുംബങ്ങളും ഇന്ന് ദൈവത്തിൽ നകന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സാത്താൻ കയറിക്കൂടുന്ന ഇതാണ്. നമ്മുടെ കുട്ടികളെ നോക്കുക, അവർ ദൈവരാജ്യത്തിന് വേണ്ടി വേല ചെയ്യണം, കർത്താവിന് വേണ്ടി അവർ നിൽക്കണം. അവർ ഈ ഭൂമിയിലുള്ള സമ്പത്തിൽ ആശ്രയിക്കാതെ, ഭൂമിയിലുള്ള വസ്തുക്കൾ അവർക്ക് കൊടുക്കാതെ സ്വർഗ്ഗരാജ്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള ഒരു ബാധ്യത മാതാപിതാക്കളായ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് അവർക്ക് പകർന്നു കൊടുക്കണം. അതുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും എന്നുള്ള വാഗ്ദാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാം. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോ ഇവരുടെ കുടുംബത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം. ജോഷ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഈ വചനത്തിൻ്റെ അഭിഷേകം എല്ലാ കുടുംബങ്ങളിലും നിറയട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനും ഒരു വിശുദ്ധയുമായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. Water you turn into wine, open the eyes of the blind. There's no one like you, none like you. Into the darkness we shine, out of the ashes we rise. There's no one like you, none like you. Our God is greater, our God is stronger. God, you are higher than any other. Our God is healer, awesome in power. Our God, our God, our God is healer, our God is stronger. God, you are higher than any other. Our God is healer, awesome in power. Our God, our God.